അപ്പൊ ഒരു അടിപൊളി സീനറി നിങ്ങൾ നോക്കിയാ അങ്ങോട്ട്. നിങ്ങള് ഒരു സൂത്രം കാണിക്കാം, പേടിച്ചേക്കരുതേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേസ് പോയിന്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ യാത്രയാണ് കേട്ടോ. ഞാൻ കാറിൽ നിന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതാണ്. പക്ഷെ ഭയങ്കര തണുപ്പ് ഇവിടെ. ഒന്ന് സെറ്റർ ഇട്ടിട്ട് കാണാം. എൻ്റെ പുറവശമൊക്കെ നോക്കി, എന്ത് രസമാണ് നോക്കി. നിങ്ങളുടെ സ്ഥലമൊക്കെ കണ്ടോ? അടിപൊളിയല്ലേ? പിന്നെ അതാണ് കേട്ടോ മുനീശ്വര ക്ഷേത്രം. ഒന്ന് സൂം ചെയ്ത് കാണിക്കാവേ. നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായോ? ഇതാണ് കേട്ടോ വാഴവര ഹിൽസ്, അല്ലെങ്കിൽ കൗന്തി ഹിൽസ്. പിന്നെ ഇതൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഓറഞ്ച് മരമില്ലേ, ഓറഞ്ച് മരമാണ് കേട്ടോ. ഇതവിടെ നിരനിരയായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടർന്നാലോ? ഇതൊരു ഹിൽസാണ് കേട്ടോ. നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് അവിടെ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഫോണിലൊക്കെ സൂം ചെയ്യുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണത്തില്ല. പക്ഷെ ഇതിലൂടെ നോക്കുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നിങ്ങളെ ഞാൻ കാട്ടിത്തരാവേ, നോക്കിക്കോ. കാണുന്നുണ്ടോ? അടിപൊളിയല്ലേ? ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മുനീശ്വര ക്ഷേത്രം. ഈ നമ്മുടെ മഞ്ഞ് സഞ്ചരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? നമുക്ക് കയറ്റം കയറാം. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കോട്ടും സെറ്ററും തൊപ്പിയൊക്കെ വെച്ചിട്ട് വരണം. പിന്നെ നാളെ പനിയും ജലദോഷം പിടിച്ചെന്ന് പറഞ്ഞ് എന്നെ പരാതി പറഞ്ഞേക്കില്ലേ. ഒരു കാര്യം പറയാവേ, പേടിച്ചിക്കരുതേ. നോക്കിക്കേ, ആനപ്പിണ്ടം. നാട്ടാനയുടെ ഒന്നും അല്ല, വമ്പൻ കാട്ടാനയുടെയാണിത്. നമുക്ക് സൂക്ഷിച്ച് പോകാം. ഇവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 18 മുതൽ 19 വരെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ AC-യുടെ ടെമ്പറേച്ചർ അത്രയും. എന്നാലും ഞാൻ വേർത്തു. എൻ്റെ കോട്ട് ഊരിയിട്ടാണ് ഞാനിപ്പോൾ കയറുന്നത്. ഇപ്പോൾ ചൂടുണ്ട് കേട്ടോ ഇവിടെ. എന്തോ നല്ല വേർപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് ഊരാൻ കേട്ടോ. അമ്മേ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സമുദ്രനിരപ്പിൽ നിന്ന് 2400 മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽസ് നിൽക്കുന്നത്. മടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇരുന്നത്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ ചുറ്റുവട്ടം നോക്കിയേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും നമുക്ക് സർപ്രൈസ് ഉണ്ടല്ലോ. നോക്കിക്കേ അങ്ങോട്ടൊന്ന്. നമ്മൾ കഴിഞ്ഞ തവണ പോയ അഞ്ചുരുളി മുനമ്പാണ് കേട്ടോ അത്. ഇത്ര വ്യൂ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാം. അവിടെ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. മഞ്ഞ് യാത്ര ചെയ്യുന്ന നോക്കിയേ, അടിപൊളിയല്ലേ? അന്നിരിക്കട്ടെ, ഇത്രയും കയറിയതല്ലേ. അതിന് നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. നിങ്ങളത് ഞാൻ ഇവിടെ ഇരിക്കുന്ന നേരത്ത്
നിങ്ങൾ ഈ മഞ്ഞ് യാത്ര ചെയ്യുന്നതും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെ ഒന്ന് കാണും. നല്ല കുളിർമയുള്ള കാറ്റ്. ഇപ്പോൾ വേർപ്പൊക്കെ അങ്ങ് പാട്ടുപോയി. വേർപ്പൊക്കെ പമ്പയാണ്. എനിക്ക് സാധാരണ ടോപ്പിലൊക്കെ കയറി കാണുമ്പോൾ പേടിയാണ്. പക്ഷെ ഇപ്പോൾ പേടിയൊന്നും തോന്നില്ല, ഭംഗി തോന്നുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു അടിപൊളി സീനറി നിങ്ങൾ നോക്കിയാ അങ്ങോട്ട്. നമ്മള് കല്യാണത്തണ്ടിൽ പോയേക്കാളും അടിപൊളി കണ്ടോ ഇവിടെ. എന്റെ അമ്മോ, ഈ ജലാശയം ഇത്രയും കാണുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. എന്തോ ഭംഗിയാ നോക്കി. നമ്മൾ പോയ മുനമ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് പോയ മുനമ്പ് ഇടുക്കിയുടെ ഭരണസിരാ കേന്ദ്രം പൈനാവ് ഇതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഒരു 14 കിലോമീറ്റർ. ഇപ്പം അടിപൊളിയല്ലേ ഇവിടെ, അടിപൊളിയല്ലേ. എൻ്റെ ദൈവം, ഇത്രയും ഭംഗിയുണ്ടാവും ഞാൻ വിചാരിച്ചേ ഇല്ല. കട്ടപ്പന വഴിയാ വരുന്നതെങ്കിലും ഈ ഭൂരിഭാഗവും കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെയാണ്. അതാണ് കേട്ടോ ഈ ഹില്ലിൻ്റെ ഏറ്റവും വലിയ ഹില്ല്. ഈ വാഴവരയുടെ ഏറ്റവും വലിയ ഹില്ല് അവിടെയാണ്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം അല്ലേ. അടിപൊളി. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്ക അങ്ങോട്ട്. മിറ്റമ്മോ, എന്ത് രസം നോക്കി. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത്ര ഭംഗിയാട്ടോ ഇവിടെ. നമ്മളിനി അവിടെ കയറിയിട്ടില്ല, നമുക്ക് കയറണം. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടാണ് നമ്മൾ കയറുന്നത്. എന്ത് ഭംഗി. താഴോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇറങ്ങിയേനെ, പക്ഷെ അവിടെ മൊത്തം കാടാണ് കേട്ടോ. കൂട്ടുകാരെ, ആ താഴെ കാണുന്ന കാട് കണ്ടോ, അവിടെ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാട്ടാനകൾ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇത് ഇവിടുത്തെ വീടിൻ്റെ മുന്നിലൂടെ ഒക്കെ പോകും കേട്ടോ. പക്ഷെ ഒരു ഉപദ്രവവും ഇല്ലാത്ത ആനകളാണ് അതല്ല. എന്ത് പറയണമെന്ന് അറിയത്തില്ല കൂട്ടുകാരെ. നമ്മൾ ചെയ്ത മിക്ക വ്ളോഗും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ട ടണൽ അവിടെ, പിന്നെ നമ്മൾ പോയ മുനമ്പ് അവിടെ, പിന്നെ നമ്മുടെ കോളേജ് മല അവിടെ, എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുന്ന് കണ്ട എല്ലാം കാണാം നമുക്ക്. എനിക്ക് അത്ര എക്സൈറ്റഡ് ആയി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇവിടെ കുറച്ച് ചരിത്രമുണ്ട്, അതൊക്കെ പറയുന്ന ഞാൻ പഠിച്ചു വെച്ചതായിരുന്നു. അതെല്ലാം ഞാൻ മറന്നുപോയി. നിങ്ങളെ ഞാൻ സൂത്രം കാണിക്കട്ടെ. നമ്മുടെ റിസർവോയറിലെ മഞ്ഞെല്ലാം പോയി ഇവിടെ അവിടെ വെയിലായി. നിങ്ങൾക്ക് ഐലൻഡ് വരെ ഇപ്പോൾ കാണാം. എന്ത് ഭംഗി, എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇങ്ങനൊരു സ്ഥലം കാണാൻ വന്നത് തന്നെ എൻ്റെ ഭാഗ്യമാണ്, ഭാഗ്യം. മലമണ്ടയിൽ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വീടൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ബൈനോക്കുലറിലൂടെ അത് കാണിച്ചു തരാവേ. കണ്ടോളൂ, നിങ്ങൾ ഇപ്പം കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഐലൻഡ്. എങ്ങനെയുണ്ട്, സൂക്ഷിച്ച് നോക്കിക്കോ. ആനയുടെയും പുലിയും വല്ലതും കണ്ടാൽ ഭാഗ്യ. ഞാനും നോക്കട്ടെ. ഒന്നുമില്ലല്ലോ. ഇപ്പം നമ്മൾ കാണുന്നതാണ് അഞ്ചുരുളി മുനമ്പും അവിടുത്തെ വെള്ളച്ചാട്ടം ഒരു വെള്ള വര പോലെ. എങ്ങനെ ഉണ്ടായിരുന്നു കാഴ്ചയൊക്കെ? അടിപൊളിയല്ലായിരുന്നോ? പിന്നെ മഞ്ഞായതുകൊണ്ടാണ് കുറച്ച് ക്ലിയർ ആവാത്തത്. ക്യാമറ ഒക്കെ ക്ലിയർ ആവുന്നില്ല, മഞ്ഞ ഭയങ്കര.
കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. ഇനിയും ഒരു ടോപ്പ് ഉണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് കയറിയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ചെറിയ ഐലൻഡൊക്കെ ഉണ്ട് കേട്ടോ. താഴെ നോക്കിയേ, അവിടെ ഒരു ഐലൻഡ് കേട്ടാ. ഒരു മുടിയൊക്കെ ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് വെച്ച പോലല്ലേ. കറക്റ്റ് ആ വട്ടത്തിൽ തന്നെ കാട് നിൽക്കുന്നു, കാടും മരങ്ങളും. ഇങ്ങനെ ഒരു സൂത്രം കാണിക്കാം, പേടിച്ചേക്കരുത്, പിന്നെ മിണ്ടിപ്പോരുത്. അങ്ങോട്ട് നോക്കിയേ, ഒരു ആന കണ്ടോ? ആന, രണ്ടാന പുൽമേട്ടിലൂടെ കയറുന്നുണ്ടോ? ഇതമ്മോ, സൂം ചെയ്ത് കാണിച്ചിട്ടാ. ബൈനോക്കുലർ നോക്കിയപ്പോൾ കണ്ടാണ്. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടേ. ചെറുതായിട്ടല്ല, ഇത്തിരി മീഡിയം സൈസിൽ പെയ്യുന്നുണ്ട്. എനിക്കിന്ന് വേഗത്തെ തൊട്ടേ പറ്റൂ. അടിപൊളി മഴ പെയ്തു. അപ്പോൾ ഒരു പാറ ഇറങ്ങി കയറി നിൽക്കുകയാണ്. ഇവിടെ ഇത്തിരി മഴയുള്ളൂ, ഒത്തിരി പേര. അപ്പോൾ മഴ ചെറുതായിട്ട് കുറഞ്ഞു. അപ്പോൾ താഴോട്ടാണ് ഇറങ്ങുന്നത്. മണ്ടലോട്ട് കയറാൻ പറ്റുമല്ലേ. ഇത് എൻ്റെ പുറകിലായിരുന്നു നമ്മുടെ ജലാശയം. നിങ്ങൾ ഈ വെള്ളയായിട്ട് കയറുന്നില്ലേ, അതായിരുന്നു കേട്ടോ റിസർവോയർ. ഭയങ്കര മഴയായതും മഞ്ഞായതും ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. എൻ്റെ രോപ്പൊക്കെ താഴെ പൊങ്ങിക്കിടക്കുന്നു. എന്തിനാ താഴോട്ട് ഇറങ്ങുന്നതെന്ന് അറിയാമോ? ഇവിടെ മഴയൊക്കെയും മഞ്ഞൊക്കെ ആയതുകൊണ്ട് ആന ഇറങ്ങും. ആനയുടെ പുറത്തോട്ട് കമ്പും കച്ചിക്കെല്ലാം വീഴും. അതുകൊണ്ട് ആന പെട്ടെന്ന് എണീറ്റ് ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഒരു തരത്തിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങുന്നത്. പൊന്നൂട്ടം മുന്നിൽ പോയി, പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. ഇന്നെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇന്നത്ര ക്ലിയറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മഴ നമ്മളെ കാര്യങ്ങൾ എല്ലാം നശിപ്പിച്ചു. പിന്നെ ആന വരുമെന്ന് ഓർത്തിട്ടാട്ടോ ഇറങ്ങിയത്. ആനയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മഴയത്താണെങ്കിൽ ഷൂട്ട് ചെയ്തത്. നമ്മൾ കല്യാണത്തണ്ട് പോയതുപോലെ ഷൂട്ട് ചെയ്തത്. ആന ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ. നിങ്ങൾ ആനച്ചൂര് എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ആനയുടെ മണമാണ് കേട്ടോ. പണ്ട് കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഈ മണം മണത്തിട്ടായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ മൂപ്പത്തിന് പോയനെ. ഇപ്പം മഴ കുറഞ്ഞു, നമ്മൾ താത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ പഴയ കാലത്തെ ബംഗ്ലാവ്, കുറേ എസ്റ്റേറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ പറ്റുമല്ലോ. ഇത് എൻ്റെ കൈയൊക്കെ മരച്ചു പോയി. നമ്മളെവിടെ തൊട്ടാലും ഇപ്പോൾ എനിക്ക് തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അത്ര തണുപ്പാണ് ഇവിടെ. കൂടുതൽ പിക്ചേഴ്സും വീഡിയോസും കാണണമെങ്കിൽ ട്രേസ് പോയിൻ്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ മതി കേട്ടോ. തണുത്തും വിറച്ചും നമ്മൾ അടിവാരത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ കൈക്ക് മരച്ചു. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ഹിൽസ് ഉണ്ട്, ഇവിടെ ബംഗ്ലാവുണ്ട്, അങ്ങനെ 100 വർഷം പഴക്കമുള്ള ബംഗ്ലാവുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കയറി വന്നിട്ട് തണുത്ത് വിറച്ച് ഇപ്പോൾ നമ്മുടെ തുണിയൊക്കെ നനഞ്ഞ് നമ്മൾ ഒരു പരിവ് പോയി. ചിലപ്പോൾ നാളെ ജലദോഷം വരെ പിടിച്ചെന്നിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു. അയ്യോ പോരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിടണേ.